പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയും ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നീ വിശേഷണങ്ങളുള്ളതും ആധുനിക കവിത്രയത്തിലൊരാളുമായ എൻ കുമാരനാശാന്റെ ജീവിത ചരിത്രത്തിലൂടെ ഒരു യാത്ര. SS വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ത്രിമൂർത്തികളായ കവികളിൽ ഒരാളായിരുന്നു കുമാരനാശാൻ. തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്ത ശിഷ്യരിൽ ഒരാളായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാൾ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മലയാള കവിതയിൽ വിപ്ലവം സൃഷ്ടിച്ചതിന്റെ ബഹുമതി കുമാരനാശാനാണ്. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചുതെങ്ങ് കായിക്കര ഗ്രാമത്തിലെ തൊമ്മൻവിളാകം വീട്ടിലാണ് കുമാരു എന്ന കുമാരനാശാൻ ജനിച്ചത്. അച്ഛൻ നാരായണൻ പെരുങ്ങാടി. മലയാളത്തിലും തമിഴിലും നിപുണനായിരുന്ന അദ്ദേഹം ഈഴവ സമൂഹത്തിലെ ഒരു പ്രമുഖനായിരുന്നു. പ്രധാന തൊഴിൽ കച്ചവടമായിരുന്നുവെങ്കിലും നാട്ടുകാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കുകയും മലയാളത്തിൽ കീർത്തനങ്ങൾ രചിക്കുകയും അവ മനോഹരമായി ആലപിക്കുകയും ചെയ്യുമായിരുന്നു. അമ്മ കാളിയമ്മ. ഈശ്വരഭക്തിയായ കുടുംബിനിയായിരുന്ന അവർക്ക് പുരാണേതിഹാസങ്ങളിലൊക്കെ നല്ല അവഗാഹമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ കുസൃതിക്കാരനായിരുന്ന കുമാരുവിനെ അടക്കി നിർത്താൻ അമ്മയുടെ പൊടിക്കൈയായിരുന്നു പുരാണ കഥ പറയൽ. അച്ഛൻ ആലപിക്കുന്ന കീർത്തനങ്ങൾ കേട്ട് കുമാരു ലയിച്ചിരിക്കുകയും വലുതാകുമ്പോൾ അച്ഛനെ പോലെ താനും കവിതകൾ എഴുതുമെന്ന് കൊച്ചുകുമാരു പറയുമായിരുന്നു അത്രേ. 9 മക്കളുള്ള കുടുംബത്തിലെ രണ്ടാമത്തെ മകനായിരുന്നു കുമാരൻ. കുമാരുവിന് കഥകളിയിലും ശാസ്ത്രീയ സംഗീതത്തിലുമുള്ള താല്പര്യം അച്ഛനിൽ നിന്നും ലഭിച്ചതാണ്. ബാല്യകാലത്ത് പലവിധ അസുഖങ്ങൾ വന്ന് കുമാരു കിടപ്പിലാവുക പതിവായിരുന്നു. കുമാരുവിന്റെ 18-ാം വയസ്സിൽ അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്ന അവസരത്തിൽ കുമാരുവിന്റെ അച്ഛന്റെ ക്ഷണപ്രകാരം ശ്രീനാരായണ ഗുരു അവരുടെ വീട്ടിൽ വരികയും കുമാരുവിനെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഗോവിന്ദനാശാന്റെ കീഴിൽ യോഗവും താന്ത്രികവും അഭ്യസിച്ച് വക്കത്തുള്ള ഒരു മുരുകൻ ക്ഷേത്രത്തിൽ കഴിയുമ്പോൾ കുമാരുവിൽ കവിതയെഴുത്ത് ഒരു കമ്പമായി രൂപപ്പെട്ടു. അന്നത്തെ പതിവനുസരിച്ച് 7-ാം വയസ്സിൽ കുമാരുവിനെ ഒരു കുടിപ്പള്ളിക്കുടത്തിൽ ചേർത്തു. തുണ്ടത്തിൽ പെരുമാൾ ആശാനായിരുന്നു കുമാരുവിന്റെ പ്രഥമ ഗുരു. 8 വയസ്സായപ്പോൾ അദ്ദേഹം സംസ്കൃത പഠനം ആരംഭിച്ചു. ഇതിനിടയിൽ കുമാരുവിന്റെ അച്ഛന്റെയും മറ്റും പ്രയത്നത്താൽ അവിടെ ഒരു പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചു. ചക്കൻവിളാകം പ്രൈമറി സ്കൂൾ, കോയിൽ തോട്ടം എന്നായിരുന്നു സ്കൂളിന്റെ പേര്. ഇപ്പോൾ അത് ആശാൻ മെമ്മോറിയൽ ഗവൺമെന്റ് LP സ്കൂൾ കായിക്കര എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു. 11-ാം വയസ്സിൽ കുമാരൻ ആ സ്കൂളിൽ 2-ാം തരത്തിൽ ചേരുകയും 14-ാമത്തെ വയസ്സിൽ പ്രശസ്തമായ രീതിയിൽ തന്നെ സ്കൂൾ പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കുകയും പഠിച്ച സ്കൂളിൽ തന്നെ കുമാരൻ കുറച്ചുകാലം അധ്യാപകനായി ജോലി നോക്കുകയും ചെയ്തു. എന്നാൽ സർക്കാർ നിയമപ്രകാരം അത്ര ചെറുപ്രായത്തിലുള്ളവരെ അധ്യാപകരായി നിയമിക്കാൻ വകുപ്പില്ലാതിരുന്നതിനാൽ ആ ജോലി സ്ഥിരപ്പെട്ടു കിട്ടിയില്ല. അധ്യാപക ജോലി അവസാനിപ്പിച്ച് ചില സ്നേഹിതരോടൊപ്പം കൂടി അദ്ദേഹം സ്വയം ഇംഗ്ലീഷ് പഠനം ആരംഭിച്ചു. കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം കുമാരു വേഗം വായിച്ചു തീർക്കുമായിരുന്നു. കുമാരുവിനെ കൂടുതൽ പഠിപ്പിക്കണമെന്ന് അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വലിയ തുക ചിലവാക്കി പഠിപ്പിക്കാൻ അന്നത്തെ സാമ്പത്തിക ചുറ്റുപാട് അനുവദിച്ചിരുന്നില്ല.
അച്ഛൻ മകന് കൊച്ചാരൻ വൈദ്യൻ എന്നൊരാളിന്റെ കടയിൽ കണക്കെഴുത്ത് ജോലി സംഘടിപ്പിച്ചു കൊടുത്തു. കണക്കെഴുത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് തന്നെ കുമാരു കവിത എഴുതാൻ തുടങ്ങിയിരുന്നു. പരവൂരിലെ കേശവനാശാൻ പ്രസിദ്ധീകരിച്ചിരുന്ന സുജനാനന്ദിനി എന്ന മാസികയിൽ കുമാരന്റെ രചനകൾ കുമാരു, എൻ കുമാരൻ, കായിക്കര എൻ കുമാരൻ എന്നീ പേരുകളിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. തന്റെ കണക്കെഴുത്തുകാരന്റെ കഴിവുകൾ മനസ്സിലാക്കിയിരുന്ന കൊച്ചാര്യൻ കുമാരുവിനെ കൂടുതൽ പഠിപ്പിക്കണമെന്ന് അച്ഛനോട് നിർബന്ധമായി പറഞ്ഞു. കണക്കെഴുത്ത് ജോലി ഉപേക്ഷിച്ച് കുമാരു വീട്ടിൽ നിന്നും മാറി തന്റെ വല്യച്ഛന്റെ വീട്ടിൽ പോയി താമസിച്ചു. മണമ്പൂർ ഗോവിന്ദനാശാൻ എന്ന പ്രമുഖ പണ്ഡിതന്റെ വിജ്ഞാന സന്ധായിനി എന്ന പാഠശാലയിൽ കുമാരുവിനെ ചേർത്തു. പാട്ടുകളും ശ്ലോകങ്ങളും എഴുതുന്ന കാര്യത്തിൽ അന്ന് കുമാരുവിനെ വെല്ലാൻ അവിടെ ആരുമില്ലായിരുന്നു. അവിടെ പഠിച്ചിരുന്ന കാലത്ത് രചിച്ച കൃതികളാണ് വള്ളി വിവാഹം, അമ്മാനപ്പാട്ട്, ഉഷാ കല്യാണം എന്നിവ. സുബ്രഹ്മണ്യ ശതകം സ്തോത്രം എന്നൊരു കൃതിയും ഇക്കാലത്താണ് കുമാരു രചിച്ചത്. കുമാരുവിന്റെ അച്ചടിക്കപ്പെടാത്ത ആദ്യത്തെ കൃതി അതാണെന്ന് പറയപ്പെടുന്നു. അതിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഒരു പ്രശംസാ പത്രവും ചേർത്തിരുന്നു. ശ്രീനാരായണ ഗുരുവുമായി പരിചയപ്പെട്ടത് ആശാന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. ഒരിക്കൽ കുമാരനാശാൻ സുഖമില്ലാതെ കിടന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രീനാരായണ ഗുരുവിനെ 5 തെങ്ങ് കായ്ക്കര വീട്ടിൽ വിളിച്ചു കൊണ്ടുവരികയും ആദ്യ കാഴ്ചയിൽ തന്നെ ആ മഹായോഗിയും കുമാരുവും പരസ്പരം വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒരാത്മീയ ബന്ധത്താൽ ആകൃഷ്ടരായി മാറുകയുമായിരുന്നു. കുമാരുവിന്റെ സ്തോത്ര കവിതകൾ ഗുരുവിനെ അത്യധികം ആകർഷിച്ചു. ശൃംഗാര കവിതകളുടെ രചനകളിൽ ഇനി മുഴുകരുതെന്ന് ഗുരു കുമാരുവിനെ ഉപദേശിച്ചു. ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്ന സുദൃഢമായൊരു ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ ചൈതന്യം കുമാരുവിനെ ക്രമേണ യോഗിയും വേദാന്തിയുമാക്കി. കുറച്ചു കാലം 5 തെങ്ങ് കായ്ക്കരയിലെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂജാരിയായി കഴിയുകയും 1922 20 വയസ്സ് പ്രായമായപ്പോൾ കുമാരു വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചെന്നുകൂടി അന്തേവാസിയായി മാറി. മതഗ്രന്ഥ പാരായണത്തിലും യോഗാസനത്തിലും ധ്യാനത്തിലും മുഴുകിയ അദ്ദേഹം അക്കാലത്ത് ക്ഷേത്ര പരിസരത്ത് ഒരു സംസ്കൃത പാഠശാല ആരംഭിച്ചു. സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങിയതോടെയാണ് നാട്ടുകാർ അദ്ദേഹത്തെ കുമാരനാശാൻ എന്ന് വിളിച്ചു തുടങ്ങിയത്. അല്പകാലം അവിടെ കഴിഞ്ഞ ശേഷം കുമാരനാശാൻ നാടുവിട്ട് കുറ്റാലത്തെത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിന് മലമ്പനി ബാധിച്ചു. ആ യാത്രയുടെ അവസാനത്തിൽ അരുവിപ്പുറത്ത് എത്തിച്ചേരുകയും ചെയ്തു. ഇക്കാലത്ത് ആശ്രമവാസികൾക്ക് കുമാരനാശാൻ രചിച്ച കീർത്തനമാണ് ശങ്കരാശതകം. ശ്രീനാരായണ ഗുരു തന്റെ ശിഷ്യനെ ഉപരിപഠനത്തിനയക്കാൻ തീരുമാനിക്കുകയും അതിനായി അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന ബാംഗ്ലൂരിലെ ഡോക്ടർ പൽപുവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 24-ാമത്തെ വയസ്സിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി കുമാരനാശാൻ ബാംഗ്ലൂരിലേക്ക് പോയി. ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ ചേർന്നു. ഈ കലാലയം ഇപ്പോഴും ബാംഗ്ലൂരിലുണ്ട്. ശ്രീനാരായണ ഗുരുവും ഒന്നിച്ചാണ് ആശാൻ ബാംഗ്ലൂരിലെത്തിയത്. ഡോക്ടർ പൽപുവിന്റെ കുടുംബാന്തരീക്ഷവും ബാംഗ്ലൂരിലെ ജീവിതവും ആശാന്റെ പ്രതിഭയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വലിയ പങ്ക് വഹിച്ചു. ന്യായവിദ്വാൻ എന്ന തർക്കശാസ്ത്ര പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച് കുമാരനാശാൻ സ്കോളർഷിപ്പിന് അർഹനാവുകയും തുടർന്ന് 3 വർഷത്തോളം അദ്ദേഹം ബാംഗ്ലൂരിൽ പഠിക്കുകയും ചെയ്തു. പിന്നീട് ഡോക്ടർ പൽപുവിന്റെ പരിശ്രമത്തിന്റെ ഫലമായി 1898 ആശാന് കൊൽക്കത്തയിലെ സംസ്കൃത കോളേജിൽ പ്രവേശനം ലഭിക്കുകയും 25 വയസ്സ് മുതൽ 27 വയസ്സ് വരെ കൊൽക്കത്തയിൽ അദ്ദേഹം
പഠിക്കുകയും ചെയ്തു. ന്യായശാസ്ത്രം, ദർശനം, വ്യാകരണം, കാവ്യം എന്നിവയ്ക്ക് പുറമെ ഇംഗ്ലീഷും ഇക്കാലത്ത് അദ്ദേഹം അഭ്യസിച്ചു. ഡോക്ടർ പൽപ്പുവാണ് ആശാന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. കൊൽക്കത്തയിലെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും പഠനത്തിനും ഗ്രന്ഥപാരായണത്തിനുമായി ആശാൻ ചിലവഴിച്ചു. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെയും മറ്റും കൃതികൾ പുതിയ രോചസ് പരത്തുന്ന ബംഗാളി സാഹിത്യത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തിലായിരുന്നു കുമാരനാശാൻ കൊൽക്കത്തയിലെത്തിയത്. ഈ കാവ്യാന്തരീക്ഷവും പുതിയ ചിന്താഗതികളും ആശാനിലെ കവിയെ സ്വാധീനിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ആജ്ഞാനുസരണം കൊൽക്കത്തയിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കുമാരനാശാൻ അരുവിപ്പുറത്ത് മടങ്ങിയെത്തി. അരുവിപ്പുറത്തെ താമസത്തിനിടയ്ക്ക് അദ്ദേഹം മൃത്യുഞ്ജയം, വിചിത്ര വിജയം തുടങ്ങിയ നാടകങ്ങളും ശിവസ്തോത്രമാല തുടങ്ങിയ കവിതകളും രചിച്ചു. നന്നായില്ലെന്ന കാരണത്താൽ അദ്ദേഹം തന്റെ വിചിത്ര വിജയം എന്ന കൃതി പ്രസിദ്ധീകരിച്ചില്ല. 3 വർഷത്തോളം കുമാരനാശാൻ അരുവിപ്പുറത്തെ ആശ്രമത്തിൽ കഴിഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു. ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും മുൻകൈയെടുത്ത് 1903 ജൂൺ 4 SNDP യോഗം സ്ഥാപിതമാക്കി. യോഗത്തിൽ സംഘടനാപരമായ ചുമതലകൾ അർപ്പിക്കാൻ ശ്രീനാരായണ ഗുരു തിരഞ്ഞെടുത്തത് പ്രിയ ശിഷ്യനായ കുമാരനാശാനെയായിരുന്നു. അങ്ങനെ 1903 കുമാരനാശാൻ ആദ്യ യോഗം സെക്രട്ടറിയായി. ഏതാണ്ട് 16 വർഷത്തോളം അദ്ദേഹം ആ ചുമതല വഹിച്ചു. 1904 അദ്ദേഹം SNDP യോഗത്തിൽ മുഖപത്രമായി വിവേകോദയം മാസിക ആരംഭിച്ചു. SNDP യോഗം സെക്രട്ടറി എന്ന നിലയ്ക്ക് കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി കുമാരനാശാൻ വഹിച്ച പങ്ക് നിസ്തുലമാണ്. അദ്ദേഹം സ്വപ്നജീവിയായ ഒരു കവിയായിരുന്നില്ല. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി നിരന്തരം ഇടപഴകിക്കൊണ്ടും അവയെ മാറ്റി തീർക്കാനുമുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുമാണ് അദ്ദേഹം ജീവിച്ചത്. ആശാന്റെ കവിതകൾക്ക് അസാധാരണമായ ശക്തിവിശേഷം പ്രദാനം ചെയ്തത് ഈ സാമൂഹിക ബോധമാണ്. 1909 അദ്ദേഹത്തിന്റെ കൂടെ ശ്രമഫലമായി ഈഴവർക്ക് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ലഭിക്കുകയും അദ്ദേഹം നിയമസഭാംഗമായി പ്രവർത്തിച്ചു പോരുകയും നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. 1917 തച്ചക്കുടി കുമാരന്റെ മകളായ ഭാനുമതി അമ്മയെ ആശാൻ വിവാഹം കഴിച്ചു. ആശാന്റെ ആദ്യകാല കവിതകളായ സുബ്രഹ്മണ്യ ശതകം, ശങ്കരാശതകം തുടങ്ങിയവ ഭക്തിരസ പ്രധാനങ്ങളായിരുന്നു. പക്ഷേ കാവ്യസരണിയിൽ പുതിയ പാത വെട്ടിത്തെളിച്ചത് വീണപ്പൂവ് എന്ന ചെറുകാവ്യമായിരുന്നു. പാലക്കാട്ടിലെ ജെയിൻമേഡ് എന്ന സ്ഥലത്ത് തങ്ങവെ 1907 രചിച്ച അത്യന്തം ദാർശികമായ ഒരു കവിതയാണ് വീണപ്പൂവ്. നൈരന്യ സ്വഭാവമില്ലാത്ത പ്രാപഞ്ചിക ജീവിതത്തെ ഒരു പൂവിന്റെ ജീവിത ചക്രത്തിലെ വിവിധ ഘട്ടങ്ങളിലൂടെ ചിത്രീകരിക്കുന്ന അന്തരാർത്ഥങ്ങളടങ്ങിയ ഒന്നാണിത്. പൂത്തലഞ്ഞു നിന്നപ്പോൾ പൂവിന് കിട്ടിയ പരിഗണനയും പ്രാധാന്യവും വളരെ സൂക്ഷ്മതലത്തിൽ വിവരിക്കവേ തന്നെ ഉണങ്ങി വീണു കിടക്കുന്ന പൂവിന്റെ ഇന്നത്തെ അവസ്ഥയെയും താരതമ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഈ കവിത. ഈ സിംബലിസം അന്ന് വരെ മലയാള കവിത കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. പിന്നീട് പുറത്തു വന്ന ഖണ്ഡകാവ്യങ്ങളായ നളിനി, ലീല, കരുണ, ചണ്ഡാല ഭിക്ഷുകി എന്നിവ നിരൂപകരുടെ മുക്തകണ്ഠ പ്രശംസയ്ക്കും അതുമൂലം അസാധാരണ പ്രസിദ്ധിക്കും കാരണമായി.
ചിന്താവിഷ്ടയായ സീതയിലാണ് ആശാന്റെ രചനാ നൈപുണ്യവും ഭാവാത്മകതയും അതിന്റെ പാരമ്യത്തിലെത്തുന്നത്. ദുരവസ്ഥയിൽ അദ്ദേഹം ഫ്യൂഡലിസത്തിന്റെയും ജാതിയുടെയും അതിർവരമ്പുകളെ കീറിമുറിച്ചു കളയുന്നു. ബുദ്ധചരിതമാണ് ആശാൻ രചിച്ച ഏറ്റവും നീളം കൂടിയ കാവ്യം. എഡ്വിൻ അർണോൾഡ് എന്ന കവി രചിച്ച ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കാവ്യത്തെ ഉപജീവിച്ച് എഴുതിയ ഒന്നാണിത്. പിൽക്കാലങ്ങളിൽ ആശാന് ബുദ്ധമതത്തോടൊരു ചായ്വുണ്ടായിരുന്നു. കുമാരനാശാന്റെ അന്ത്യം ദാരുണമായിരുന്നു. 1924 കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലേക്ക് ബോട്ടിൽ യാത്ര ചെയ്യവേ പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ബോട്ട് അപകടത്തിൽ ഒരാളൊഴികെ ബോട്ടിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും മുങ്ങി മരിക്കുകയുണ്ടായി. അതിൽ കുമാരനാശാന്റെ മരണവും സംഭവിച്ചു. മഹാകവി കുമാരനാശാന്റെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിച്ച സ്മാരകമാണിത്. ആശാൻ താമസിച്ചിരുന്ന വീടും അതിനോടനുബന്ധിച്ച സ്മാരക മന്ദിരവും കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ്. 1958 ജനുവരി 26 അന്നത്തെ കേരള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റിനു വേണ്ടി ഈ സാംസ്കാരിക മന്ദിരം ഏറ്റുവാങ്ങി. 1966 ജൂലൈ 26 സ്മാരക കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ആർ ശങ്കർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. കുമാരനാശാന്റെ മകൻ കെ പ്രഭാകരനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. ഇന്നീ സ്ഥാപനം കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ അറിയപ്പെടുന്നു. 1981 മുതൽ ആശാൻ സ്മരണിക പ്രസിദ്ധീകരിച്ചു വരുന്നു. ഇവിടെ വിജയദശമി ദിവസം കുട്ടികളെ എഴുത്തിനിരുത്താറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.